വടകര ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് 56,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. കെ മുരളീധരന്റെ ചിറകിലേറി വടകരയിൽ വിജയം ആവർത്തിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് UDF. പോരാട്ടവീര്യങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് വടകര. കർഷക സമരങ്ങളുടെയും ധീര രക്തസാക്ഷിത്വങ്ങളുടെയുമെല്ലാം സ്മരണ ഇരമ്പുന്ന നാട്. കൂടുതൽ തവണ ഇടതുപക്ഷത്തെ പിന്തുണച്ച വടകര ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ 3 തവണയായി UDFന്റെ കൈവശമാണ്. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് വടകര മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ 7-ൽ 6 LDFനൊപ്പം. UDF ജയം വടകരയിൽ ഒതുങ്ങി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമെന്നും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ പറഞ്ഞു. പറയത്തക്ക ഒരു കേന്ദ്ര പദ്ധതി പാർലമെൻറ്റ് മണ്ഡലത്തിൽ തൻ്റെ മുൻകൈയിൽ കൊണ്ടുവരാനോ പ്രാവർത്തികമാക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിനുവേണ്ടി ഒരു താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. ജനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള അതിവിപുലമായ മനോഭാവവും എല്ലാം വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ആകത്തുക എന്നുള്ള നിലയിൽ നല്ല വ്യക്തമായ മേധാവിത്വത്തോടെ ഭൂരിപക്ഷത്തോടെ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു വരും. കഴിഞ്ഞ തവണ 84,663 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കെ മുരളീധരൻ ജയിച്ചു കയറിയത്. ഇത്തവണയും മുരളീധരനാവും UDF സ്ഥാനാർത്ഥി. ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഇത്തവണ ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്തൊരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉണ്ടാകുന്ന ചില വേരിയേഷൻ ഉണ്ടല്ലോ. ആ വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ മിനിമം 1,00,000 വോട്ടിനെങ്കിലും ജയിക്കാൻ കഴിയുന്നതാണ് ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. RJD, JDS കക്ഷികൾക്ക് സ്വാധീനമുള്ള മണ്ണാണ് വടകര. കർഷകരും മത്സ്യത്തൊഴിലാളികളും ഏറെയുള്ള വടകരയിൽ വികസനവും ചർച്ചയാണ്. സാമുദായിക സംഘടനകൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ന്യൂനപക്ഷ വോട്ടും നിർണായകമാവും. BJPക്ക് കാര്യമായ സ്വാധീനം മണ്ഡലത്തിലില്ല. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയാണ് NDAക്കുള്ളത്. കഴിഞ്ഞ 3 തവണയും നഷ്ടമായ കടത്തനാടിന്റെ മണ്ണ് കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. കെ മുരളീധരനിലൂടെ മണ്ഡലം നിലനിർത്താനാവുമെന്ന് UDFും കണക്കുകൂട്ടുന്നു. വടകര നിന്നും AK ലതീഷ്.